സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ, നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ, പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ, അൻഫുസകും വഅഹ്ലീകും നിങ്ങളുടെ സ്വന്തം ശരീരത്തിനെ നിങ്ങൾ സൂക്ഷിക്കണേ. നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ സൂക്ഷിക്കണേ. നിങ്ങളുടെ ശരീരത്തിനെ മാത്രമല്ല നിങ്ങൾ സൂക്ഷിക്കേണ്ടത്, നിങ്ങളുടേതായ കുടുംബത്തിന്റെ ശരീരത്തിനെയും നിങ്ങൾ സൂക്ഷിക്കണേ. നിങ്ങളുടെ ഭാര്യയുടെ, നിങ്ങളുടെ മക്കളുടെ, നിങ്ങളുടെ സന്താന പരമ്പരയുടെ, നിങ്ങളുടെ പേരക്കുട്ടികളുടെയും ശരീരത്തിനെ നിങ്ങൾ സൂക്ഷിക്കണേ. എന്തിൽ നിന്നറിയുമോ? നരകത്തിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. നിങ്ങളുടെ ശരീരത്തിനെയും നിങ്ങളുടേതായ ഭാര്യയുടെയും മക്കളുടെയും ശരീരത്തിനെ നിങ്ങൾ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ എന്ന് പരിശുദ്ധ ഖുർആനിൽ, ഇലാഹായ റബ്ബിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. മാഷാ അല്ലാഹ്. ഇത് മിക്ക പള്ളിയിൽ പ്രസംഗിച്ചിട്ട് ഈ സാധനം കേൾക്കാറില്ല, എല്ലാവരും മറന്നുപോയതാണ്. മിക്ക പള്ളിയിൽ ഞാൻ പ്രസംഗിച്ചിട്ടും സദസ്സിൽ പ്രസംഗിച്ചിട്ട് കേൾക്കാറില്ല. ഉപ്പാപ്പമാരുള്ളതുകൊണ്ട് കേട്ടു, അൽഹംദുലില്ലാഹ്, റാഹത്തായി. അപ്പോ പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ സൂക്ഷിക്കണം. പോരാ, നിങ്ങൾ മാത്രം പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിച്ചാൽ മാത്രം പോരാ. നിങ്ങളുടെ ഭാര്യ നിസ്കരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അവിടെ നോക്കണേ. നിങ്ങളുടെ മക്കൾ നിസ്കരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണേ. അവര് ഹജ്ജ് ചെയ്യുന്നുണ്ടോ, അവര് സ്വതക്ക കൊടുക്കുന്നുണ്ടോ, അവര് നോമ്പെടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണേ എന്ന് പരിശുദ്ധ ഊഴനാടിലെ ഹാജിയാരായിട്ട് ഹജ്ജിന് പോയത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകണമെന്നില്ല. നിങ്ങളെ 5 വക്ത് നിസ്കരിക്കാൻ ഈ പള്ളിയുടേതായ മുസല്ലയിൽ വന്ന് നിസ്കരിച്ചിട്ട് ഇവിടുത്തെ ടൈല് പൊട്ടുന്നത് വരെയും നിങ്ങൾ സുജൂദ് ചെയ്തത് കൊണ്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പിടിച്ചു നിർത്തുന്നത് ഒരൊറ്റ കാര്യത്തിന്റെ മേലാ. നിങ്ങൾക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള കുടുംബത്തിനെ നിങ്ങൾ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ, അവർ കൃത്യമായ രൂപത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ വഴി നടത്തിയിട്ടില്ല എങ്കിൽ, നിങ്ങളെ പരിശുദ്ധമായ ഖുർആൻ വരെ മുന്നറിയിപ്പ് നൽകുന്നു. നാളെ നിങ്ങളെ ചോദ്യം ചെയ്യുമെന്നാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹ് നൽകുന്നത് എന്താണ്? നിങ്ങൾ മാത്രം നിസ്കരിച്ച് നോമ്പെടുത്ത് നമ്മൾ വലിയ ആചാര്യന്മാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പെണ്ണും പിള്ള നിസ്കരിക്കുന്നുണ്ടോ, മക്കളെ നിസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കല് ആരുടെ ബാധ്യതയാണ്? നിങ്ങളുടെ ബാധ്യതയാണെന്ന് പരിശുദ്ധ ഖുർആൻ അവിടെ നൽകുന്നത്. അതെന്താണ് കൂ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ സൂക്ഷിക്കൂ. അംറാണ്, കൽപ്പനയുടേതായ ഫിഅലാണ് അവിടെ പറഞ്ഞത്. അംറാണ്. ആ അംറ് കൊണ്ട് നിശ്ചയിച്ചാൽ ശിക്ഷ ഉറപ്പാണെന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. ഏതെങ്കിലും ഒരു കൽപ്പന ക്രിയ കൊണ്ട് നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിങ്ങളോട് പ്രഖ്യാപനം ചെയ്താൽ, പറഞ്ഞാൽ അത് നിങ്ങൾ അനുസരിച്ചിട്ടില്ല എങ്കിൽ ശിക്ഷയുണ്ട് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസിന്റെ വെളിച്ചത്തിൽ മുഫസ്സിരീങ്ങൾ പറയുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ കാലഘട്ടം പരിശോധിച്ച് നോക്ക്. വാപ്പ പള്ളിയിൽ കയറി നിസ്കരിക്കുന്നവരാണ്, എന്നാൽ മക്കൾ അവിടെ നിന്ന് റോഡിൽ കൂടി തെണ്ടിത്തിരിയുന്ന കാലഘട്ടമല്ലേ? വാപ്പ പള്ളിയിൽ കയറുന്നവനാണ്, വാപ്പ സ്വലാത്തിന്റെ മജ്‌ലിസിൽ വരുന്നുണ്ട്, എന്നാൽ മക്കൾ വരുന്നില്ല, വീട്ടിലിരുന്ന് ബിഗ് ബോസ് കാണുകയാണ് ഇന്നത്തെ പരിപാടി. ഇന്നത്തെ പരിപാടി അതാണെങ്കിൽ പ്രിയമുള്ളവരെ, എന്നോട് നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് നിങ്ങളോട് ശരീരത്തിനെ സൂക്ഷിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ മക്കളുടെയും ഭാര്യയുടെയും ശരീരത്തിനെ സൂക്ഷിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്നത്തെ കാലഘട്ടത്തിന്റെ സാഹചര്യം പരിശോധിച്ചു നോക്കിയേ, നമ്മുടെ മക്കളുടെ വർത്തമാന കാലഘട്ടം പരിശോധിച്ചു നോക്കിയാൽ സ്കൂളിൽ വിടുന്ന മക്കളെ എന്തുമാത്രം തെമ്മാടിത്തരത്തിന്റെ കോട്ടിലാണ് കടന്നു പോകുന്നത്. പെൺമക്കളെ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് സ്കൂളിൽ വിടാൻ കഴിയുന്നുണ്ടോ? അതേ ആൺമക്കളെ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് സ്കൂളിൽ വിടാൻ കഴിയുന്നുണ്ടോ? ലഹരിയുടെയും കഞ്ചാവിന്റെയും പെണ്ണിന്റെയും മയക്കുമരുന്നിന്റെയും കാലഘട്ടത്തിന്റെ നടുവിൽ കൂടിയല്ലയോ നിങ്ങളുടെ മക്കൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്?
സംസാരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഉപ്പയ്ക്കോ ഏതെങ്കിലും ഒരു ഉമ്മയ്ക്കോ അതിനെതിരെ സംസാരിക്കാൻ, ഇല്ലെങ്കിലും മക്കളെ നിലക്ക് നിർത്താൻ എന്റെ ഉപ്പമാർക്കും ഉമ്മമാർക്കും കഴിഞ്ഞിട്ടുണ്ടോ? മക്കളെന്ന് കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരം എന്താണ്? ഒന്ന് പരിശോധിച്ചു നോക്കിയേ. മക്കളെ പറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എനിക്കും നിങ്ങൾക്കും നൽകിയ സന്താനങ്ങളുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ സമ്മാനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്രയോ ആളുകൾ അതേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ കൈനീട്ടിയിട്ട് അവർക്കാർക്കും മക്കളെ കൊടുത്തിട്ടില്ല, അവർക്കാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ കൊടുത്തിട്ടില്ല. കല്യാണം കഴിഞ്ഞ് 40 വർഷമായിട്ടും അതേ മക്കളില്ലാത്ത ആളുകളില്ലേ? അതേ മരിച്ചു മണ്ണിനോട് ചേരുന്നത് വരെയും മക്കളില്ലാത്ത എത്രയോ ഉപ്പമാരും ഉമ്മമാരും കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ എനിക്കും നിങ്ങൾക്കും നൽകിയതായ മക്കളുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ സമ്മാനമാണ്. ആ മക്കളെ സംരക്ഷിക്കല്, ആ മക്കളെ ദീനിന്റെ പാതയിൽ അടിയുറപ്പിച്ച് നിർത്തല് എനിക്കും നിങ്ങൾക്കും നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, എനിക്കും നിങ്ങൾക്ക് നിർബന്ധമാ മക്കളെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തല് എനിക്കും നിങ്ങൾക്ക് നിർബന്ധമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ മാത ഇബ്നീ, അതേ ഇദാ മാത ഇബ്നു ആദം, ആദം സന്തതികൾ മരണപ്പെടുമ്പോ ഇൻകതഅമലുഹു, ഒരാൾ ഈ ഭൂമി ലോകത്ത് നിന്ന് മരണപ്പെടുമ്പോ അവന്റെ എല്ലാ അമലുകളും എല്ലാ സൽക്കർമ്മങ്ങളും മുറിയുന്നതാണ്. അതേ 3 കാര്യങ്ങൾ ഒഴിച്ച് എല്ലാ കാര്യങ്ങളും ഈ മണ്ണിനോട് വിട പറയുന്നതാണ്. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അസ്സദഖത്തുൽ ജാരിയ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? നിങ്ങൾ മരിച്ചു മണ്ണിനോട് ചേർന്നാലും ശരി, നിങ്ങളുടെ ഖബറിലേക്ക് അണമുറിയാതെ എത്തുന്നത് അത് സ്വതക്കത്തുൽ ജാരിയ. നിങ്ങൾ പള്ളിക്ക് വേണ്ടി കൊടുത്തത്, മദ്രസയ്ക്ക് വേണ്ടി കൊടുത്തത്, നിങ്ങൾ വഖഫ് ചെയ്തത്, ഇല്ലെങ്കിൽ ഒരു പാവപ്പെട്ട പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അതേ ജാരിയായ സ്വതക്ക കൊടുത്തതുണ്ടല്ലോ, അത് നിങ്ങൾക്ക് അണമുറിയാതെ ഖബറിലെത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. രണ്ടാമതായി മുത്തുനബി പറഞ്ഞത് രണ്ടാമതായി മുത്തുനബി പറഞ്ഞത് അതേ നിങ്ങൾ പഠിച്ച ഇൽമുണ്ടല്ലോ, നിങ്ങൾ പഠിപ്പിച്ച ഇൽമുണ്ടല്ലോ, അതായത് നമ്മുടെ ഉസ്താദന്മാർ നമുക്ക് നൽകിയ ഇൽമ്, ആ അറിവ് നമ്മൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, അത് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, അത് ഖിയാമത്ത് നാളെ വരെയും അതിനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴുള്ള എല്ലാത്തിൻ്റെയും പ്രതിഫലം നമുക്ക് എത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമതായി മുത്തുനബി പറഞ്ഞത് അവ്വലദ് സാലിഹിന യദ്ഉ ലഹു. മൂന്നാമത്തേതായ കാര്യം എന്തെന്നറിയുമോ? മുത്തുനബി പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മരിച്ച് നിങ്ങളെ ഖബറിന്റെ അകത്തേക്ക് വെക്കുമ്പോ നിങ്ങൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന മക്കളുടെ ദുആയുണ്ടല്ലോ, അത് നിങ്ങളുടെ ഖബറിലേക്ക് നിരന്തരമായി എത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ അതിന് എന്താണ് വേണ്ടത്? എന്റെയും നിങ്ങളുടെയും മക്കളെ നന്നാക്കണം, അവർക്ക് നല്ല ഇൽമു പഠിപ്പിക്കണം, ദീനി ചിട്ടയിൽ വളർത്തണം. എങ്കിൽ മാത്രമാണ് ആ മക്കളെ എനിക്കും നിങ്ങൾക്കും ഖബറിൽ വേണ്ടി ദുആ ചെയ്യുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ മക്കൾ തെമ്മാടിത്തരത്തിന്റെയും മോശപ്പെട്ട രൂപത്തിൽ നടന്നാൽ ആ മക്കളെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു. അപ്പോ നമ്മുടെ ദീനീപരമായി ചിട്ടയിൽ നമ്മുടെ വളർത്തണം. അത് നമുക്ക് ചെയ്താൽ നമ്മുടെ ഖബറിലും കൂടെ ഉപകാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ മഹാനാകുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് പറഞ്ഞു, അല്ലയോ ഉമർ തങ്ങളെ,
എൻ്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല, എന്നെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന് ഉമർ തങ്ങളോട് അവിടുന്ന് ഒരു മനുഷ്യൻ വന്ന് പറയുമ്പോൾ അവിടുന്ന് ഉമർ തങ്ങൾ എല്ലാ കാര്യങ്ങളും വിശദീകരണം അന്വേഷിച്ചു. വലിയ ചരിത്രമാണ്, ഷോർട്ടാക്കി പറയുകയാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ആരാഞ്ഞിട്ട് ഇവിടുന്ന് ചോദിച്ചു, നീ നിന്റെ മകനോട് കാണിക്കേണ്ട എല്ലാ ബാധ്യതകളും നീ നിറവേറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉമർ തങ്ങളോട് ആ മനുഷ്യൻ പറയുന്നു ഇല്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ പറയുന്നതായി ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു. വാപ്പയോട് മകൻ തിരിച്ചു ചോദിക്കുന്നു, വാപ്പ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എൻ്റെ വാപ്പ എന്നോട് ചെയ്താൽ മാത്രമല്ലേ എനിക്ക് എൻ്റെ വാപ്പയോട് തിരിച്ച് കടമകൾ ചെയ്യാൻ സാധിക്കൂ എന്ന് ആ മനുഷ്യൻ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം എന്നോടും നിങ്ങളോടുമുള്ള ചോദ്യമാണ്. നമ്മുടെ മക്കൾ നമുക്ക് അനുസരിക്കുന്നില്ല എങ്കിൽ നമുക്ക് മക്കളോട് ചെയ്യേണ്ട കുറെ കടപ്പാടുണ്ട്, കടമകളുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ടതും ആ മക്കളോട് കാണിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വലിയ വിഷയമാണ്, ചുരുക്കി പറയുകയാണ്. ഒന്നാമതായി മുത്തുനബി പറഞ്ഞത് നീ അവനിക്ക് കൊടുക്കേണ്ടത് നല്ല ഉമ്മയെ കൊടുക്കണം. നമ്മുടെ ഭാര്യമാര് നല്ല പെണ്ണാണോ എന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കണം. അത് ഇപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമല്ല, കെട്ടുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടതാണ്. നല്ല പേരാണോ നിന്റെ മക്കൾക്ക് നീ ഇട്ട് കൊടുക്കേണ്ടത്? അത് നിന്റെ മക്കളോട് കാണിക്കേണ്ട ഏറ്റവും വലിയ ബാധ്യതയാണ് നബി മുഹമ്മദ് മുസ്തഫ. നല്ല പേരിട്ട് കൊടുക്കണം മക്കൾക്ക്, നല്ല പേരിട്ട് കൊടുക്കണം മക്കൾക്ക്. ആ പേരിടുന്നത് പോലെയാണ് നമ്മുടെ മക്കള് നമ്മൾ പറയുന്നത് പോലെ കേൾക്കുന്നത്. ഏതെങ്കിലും ഒരു മോശത്തര പേരിട്ടിട്ട് അവസാനം ഫാത്തിമ ഇല്ലെങ്കിൽ മുഹമ്മദ് എന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരിക്കലും ഗുണമുണ്ടാവുകയില്ല. കേൾക്കാൻ നല്ല രസമായിരിക്കും. ഇപ്പോൾ മദ്രസയിൽ 1-ാം ക്ലാസ്സിൽ വരുന്ന കുട്ടികളുടെ പേര് കേട്ട് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ചിരിയാണ് വരുന്നത്. ഒരു സ്പൂൺ തറയിലിട്ട് കഴിഞ്ഞാൽ എന്താണോ ശബ്ദം കേൾക്കുന്നത് ആ ശബ്ദം പോലും പേരാക്കി മാറ്റുന്ന കാലഘട്ടത്തിലാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലുള്ള പേരുകൾ, എന്തെല്ലാം പേരുകൾ നെറ്റിൽ സെർച്ച് ചെയ്ത് അതിന് അർത്ഥമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ പേരിട്ടിട്ട് കുട്ടി നന്നാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി എങ്ങനെയാണ് നന്നാവുക? പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കളോട് കാണിക്കേണ്ട രണ്ടാമത്തെ ഉത്തരവാദിത്വം നല്ല പേരിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഉത്തരവാദിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വയുഅല്ലിമുൽ കിതാബ്. നിന്റെ മക്കൾക്ക് നീ ഖുർആനിനെ പഠിപ്പിച്ചു കൊടുക്കണം, ഫിഖ്ഹിനെ പഠിപ്പിച്ചു കൊടുക്കണം, ഹദീസിനെ പഠിപ്പിച്ചു കൊടുക്കണം, അഖീദയെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ നിന്റെ മക്കളെ മദ്രസയിൽ കൃത്യമായി വിട്ടിട്ട് ആ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ക്ലാസ്സിൽ ജയിച്ചോ തോറ്റോ എന്നല്ല നോക്കേണ്ടത്. മക്കൾ ക്ലാസ്സിൽ ജയിച്ചു പോയോ തോറ്റോ എന്നല്ല നോക്കേണ്ടത്. അത് എത്ര കാലഘട്ടം എത്തി കഴിഞ്ഞാലും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, ദീനി വിദ്യാഭ്യാസം കൊടുക്കൽ മാതാപിതാക്കളുടേതായ ഉത്തരവാദിത്തമാണ്. മദ്രസയിൽ വിട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ മക്കൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇനി പഠിച്ചു കഴിഞ്ഞാൽ ശരി, ഈ മക്കൾ ദീനിപരമായിട്ടാണോ നടക്കുന്നത് എന്ന് നോക്കൽ നമുക്ക് അവിടുന്ന് ഫർദാണ്, നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. ഇല്ലെങ്കിൽ ഇത് നമുക്കെതിരെ, നാളെ ഈ മക്കൾ നമുക്കെതിരെ സമരം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. എല്ലാവരും മരിച്ച നാളെ ഖബറിലേക്ക് വെച്ചിട്ട് ഒന്നാമതായി സൂറത്ത് കാഹളത്തിൽ ഊതിയിട്ട് ഈ ഭൂമി ലോകമെല്ലാം നശിച്ചു പോകുമല്ലോ. രണ്ടാമതായ സൂറത്ത് കാഹളത്തിൽ ഊതിയിട്ട് എല്ലാവരും എഴുന്നേറ്റ് മഹ്ശറിൽ വരുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ ഒരു വിഭാഗം ആളുകൾ വാപ്പയ്ക്കെതിരെ മക്കൾ സമരം ചെയ്യുമെന്ന് ഭൂമിലോകത്ത് വെച്ചതായ വാപ്പയ്ക്കും ഉമ്മയ്ക്കുമെതിരെ മക്കൾ സമരം ചെയ്യുകയാ. അല്ലാഹുവേ, എന്നെ നരകത്തിൽ ഇടുന്നതിന് മുമ്പ് എന്റെ ഉപ്പയെ കൊണ്ടുവരണേ അല്ലാഹ്, എന്റെ ഉമ്മയെ കൊണ്ടുവരണേ അല്ലാഹ്. കാര്യമെന്തേ, ഞാൻ
ഞാൻ പിഴച്ചു പോകാനുള്ള കാരണം ഞാൻ സിനിമ കണ്ടപ്പോ, ഞാൻ സീരിയൽ കണ്ടപ്പോ, ഞാൻ റിയാലിറ്റി ഷോ കണ്ടപ്പോ, ഞാൻ അർദ്ധനഗ്നമായിട്ട് ഡ്രസ് ധരിച്ചപ്പോ എന്റെ ഉപ്പ എന്നോട് വിലക്കിയില്ല. അത് വാങ്ങി തന്നത് എന്റെ ഉപ്പയാണ്. എന്റെ ഫോണിൽ റീചാർജ് ചെയ്തു തന്നത് എന്റെ ഉപ്പയാണ്. ഞാനൊരു ആണുമായിട്ട് സംസാരിച്ചപ്പോ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കിടന്നുറങ്ങിയപ്പോ എന്റെ ഉപ്പ എന്നോട് വിലക്കിയില്ല. ഒരു ആണിനോട് ടൂർ പോയപ്പോ എന്റെ ഉപ്പ എന്നോട് വിലക്കിയില്ല. അതുകൊണ്ട് എന്നെ പിഴച്ചു പോകാൻ കാരണം എന്റെ ഉപ്പയാണ്, എന്റെ ഉമ്മയാണ്. അവരെ നരകത്തിൽ ഇടാതെ എന്നെ നരകത്തിൽ ഇടല്ലേ എന്ന് എന്നോടും നിങ്ങൾക്കുമെതിരെ നാളെ മഹ്ശറയിൽ നമ്മുടെ മക്കളെ നമ്മുടെ ചോര നീരാക്കി നമ്മളെ കഥയെ കഷ്ടപ്പെട്ട് വളർത്തിയ നമ്മുടെ മക്കളുണ്ടല്ലോ, നമ്മുടെ അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായി കിടന്നിട്ട് പോലും ആ മക്കളുടെ വയറ് നിറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട മക്കളുണ്ടല്ലോ, നമ്മൾ കീറിയ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് പോലും ആ മക്കൾക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുത്ത നമ്മുടെ മക്കളുണ്ടല്ലോ, നാളെ മഹ്ശറയിൽ എനിക്കും നിങ്ങൾക്കുമെതിരെ സമരം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. തെറ്റില്ല, എനിക്കും നിങ്ങൾക്കുമെതിരെ, വാപ്പയ്ക്കും ഉമ്മയ്ക്കുമെതിരെ അതേ നാളെ മഹ്ശറയിലെ മക്കൾ സമരം ചെയ്യുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നൽകിയ മക്കളെ, ആ മക്കളെ നല്ല മക്കളായിട്ട് നമ്മൾ വളർത്തണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുല്ലുക്കും റാഇന വ കുല്ലുക്കും മസ്ഊലൻ അൻ റഇയതിഹി. എല്ലാവർക്കും അധികാരമുണ്ട്, എല്ലാവർക്കും അധികാരമുണ്ട്. ഈ അധികാരത്തിനെ പറ്റിയിട്ട് നാളെ ചോദ്യം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വറജുലൻ റാഇന. അതേ ഒരു മനുഷ്യനുണ്ടല്ലോ, ഒരു ആൺതരി ഉണ്ടല്ലോ, ഒരു പിതാവുണ്ടല്ലോ, അവനിക്കും അധികാരമുണ്ട്. അവന്റെ അധികാരം എന്തെന്നറിയുമോ? അലാ അഹ്ലി ബൈതിഹി. അവന്റെ വീട്ടിന്റെ അകത്തിരിക്കുന്ന ഭാര്യയുടെ മേൽ അധികാരമാ, അവന്റെ മക്കളുടെ മേൽ അധികാരമാ. നാളെ ഈ അധികാരത്തിനെ പറ്റിയിട്ട് ചോദ്യം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ ഭാര്യ നല്ല വസ്ത്രം ധരിക്കുന്നത് നന്നായിട്ടാണോ? നീ